ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയുന്നുണ്ട്. താൻ വാഗ്ദത്തം ചെയ്തതിന് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. എന്നാൽ രണ്ടാം വാക്യത്തിൽ വളരെ ഗൗരവപ്പെട്ടൊരു വാക്യം, അബ്രഹാമിൻ്റെ വാർദ്ധക്യം ദൈവം അവനോട് അരുളി ചെയ്തിരിക്കുന്ന അവധിക്ക്, അത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അതിനെന്ത് വച്ചിട്ടുണ്ട്, അവധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. ദൈവം സമയമൊന്നും പറഞ്ഞില്ലെങ്കിലും ദൈവം ഇത് പറയുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരവധി വെച്ചിട്ടുണ്ട്. ആ അവധിക്ക് അല്ലേ, ആ അവധിക്ക് അറ്റ് ദ ടൈം ഓഫ് വിച്ച് ഗോഡ് ഹാഡ് സ്പോക്കൻ ടു ഹിം, ദൈവം വെച്ച അവധിക്ക്, ദൈവം വെച്ച സമയത്തിന് അത് സംഭവിക്കുകയാണ്. ഗോഡ് ഹാസ് പുട്ട് എ ടൈം, ദൈവം വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ദൈവം പറയുമ്പോൾ ദൈവം അതിനെന്ത് വെച്ചിട്ടുണ്ട്, അതിന് സമയം വെച്ചിട്ടുണ്ട്. ആ അവധിക്ക് അത് നിർവഹിക്കുകയാണ്. 17 മുമ്പോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ പാലുകുടി മാറിയ ഒരു ഫെസ്റ്റിവൽ, അവരുടെ ഒരു സെലിബ്രേഷൻ നടക്കുകയാണ്. കുഞ്ഞ് പാലുകുടി നിർത്തി, അമ്മയുടെ പാലിൻ്റെ കുടി നിർത്തിയ ആ വർഷം 3 വർഷമാണ്. 3 വയസ്സ് വരെ പാല് കുടിച്ചു. 14, 3, 17. 17ാമത്തെ വയസ്സിൽ ആരെ ഇറക്കി വിട്ടു? ആഗറിനെ ഇറക്കി വിട്ടു. അതാണ് നമ്മൾ ഇന്നലെ കുഞ്ഞിനോട് കൂടി ഇറക്കി വിട്ടു, ഇന്നലെ നമ്മൾ കണ്ടാണ്. പക്ഷേ ആഗറിനെ കുഞ്ഞിനെ കൂടി ഇറക്കി വിടുമ്പോൾ ഇസ്മായിലിൻ്റെ പ്രായം എത്ര ആയിരിക്കും? 17 ആയിരിക്കും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ജോസഫിനെ സഹോദരന്മാർ ഇറക്കി വിടുമ്പോൾ പ്രായം എത്ര? 17. ഒരു വല്യമ്മച്ചി 17കാരനെ ഇറക്കി വിട്ടു. ആ അമ്മച്ചിയുടെ കൊച്ചുമോനെ എത്രാമത്തെ വയസ്സിൽ കൊണ്ടുപോയി? 17ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി. കണ്ടോ, ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആവർത്തിക്കപ്പെടാൻ വേണ്ടി എന്ത് ഇട്ട് കൊടുക്കരുത്? ആവർത്തിക്കപ്പെടാൻ വേണ്ടി എന്ത് കൊടുക്കരുത്? ചരിത്രങ്ങൾ കൊടുക്കരുത്. ആവർത്തിക്കപ്പെടാൻ വേണ്ടി വേണ്ടാത്ത മോശപ്പെട്ട ഹിസ്റ്ററീസ് എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. നോക്കൂ, അങ്ങനെ ആഗർ പോവുകയാണ്. ആഗർ പോകുമ്പോൾ ദൈവം ആഗറിനോട് പറയുന്നു, നീ പോയി കുട്ടിയെ എന്ത് ചെയ്യണം? താങ്ങി എഴുന്നേൽപ്പിക്കണം. അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ദൈവം നമുക്ക് അമ്മയ്ക്ക് ഒരു ദൗത്യമുണ്ട്. ആരെ താങ്ങാൻ? 17കാരെയൊക്കെ എന്ത് ചെയ്യണം? താങ്ങി എഴുന്നേൽപ്പിക്കാൻ. ഈ ടീനേജേഴ്സും ഈ യൂത്തും എല്ലാം തളർന്നു പോകുന്നവരാണ്. അവരെ താങ്ങേണ്ട ദൗത്യം ആരുടേതാണ്? അമ്മയുടേതാണ്. അമ്മ അവരെ താങ്ങിപ്പിടിക്കണം എന്ന് നാം കാണുകയാണ്. അങ്ങനെ താങ്ങിപ്പിടിച്ചതായിട്ട് കാണുന്നു. മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പറയുന്നു, ഞാൻ നിന്നെ അനന്തരം, ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം. വളരെ ഗൗരവപ്പെട്ട ഒരു വാക്കാണ്. ഗോഡ് നെവർ ടെംപ്റ്റ്സ്. സൈറ്റൻ ടെംപ്റ്റ്സ് us. പക്ഷേ ഗോഡ് നെവർ ടെംപ്റ്റ്സ് us, ബട്ട് ഗോഡ് ടെസ്റ്റ്സ് us. ദൈവം എന്ത് ചെയ്യും? പരീക്ഷിക്കും. ദൈവം എന്ത് ചെയ്യും? പരീക്ഷിക്കും. ഉയ്യോ, ദൈവം പരീക്ഷ എന്ന് പറഞ്ഞാൽ ചില്ലറ പരീക്ഷയല്ല. ദൈവം പരീക്ഷ അനുവദിക്കും. ദൈവം പരീക്ഷ എന്ത് ചെയ്യും? അനുവദിക്കും. എന്നോട് ആരോ ചോദിച്ചു, പകൽ ചോദിച്ചു. ആരാണ് ചോദിച്ചത്? ഓക്കെ, പകൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ പലതും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ എന്തിനാണ്? ദൈവം എന്തിനാണ് പലതും അനുവദിക്കുന്നത്? ദൈവം അനുവദിക്കുന്ന പലതും നമ്മളെ പണിയാൻ വേണ്ടിയാണ്. ദൈവം ആരെ പണിതു? അബ്രഹാമിനെ പണിയാണ്. എന്ന് പറഞ്ഞു, നീ നിൻ്റെ ഏകജാതനായ മകനെ നീ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. ആരെ? ഏറ്റവും സ്നേഹിച്ച ഒരാളെ. ദൈവം പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ഒത്തിരി പ്രഷ്യസായിട്ട് കരുതുന്നതിനെയൊക്കെ വെച്ച് ദൈവം നമ്മളെ എന്ത് ചെയ്യും? ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ദൈവം പരീക്ഷിക്കത്തില്ല. ദൈവം പ്രലോഭിപ്പിക്കത്തില്ല. ദൈവം എന്ത് ചെയ്യും? പരീക്ഷിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പൊന്നുപോലെ എന്ത് ചെയ്യും? പുറത്തു വരും. ഹല്ലേലൂയ. അവൻ പൊന്നുപോലെ എന്ത് ചെയ്യും? പുറത്തു വരും. അപ്പം ദൈവം അനുവദിക്കുന്ന പരീക്ഷകൾക്കായി എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എന്നെ നിത്യത്തോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നാഥ നന്ദി. എന്നെ നിത്യത്തോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നാഥ നന്ദി. ഹല്ലേലൂയ. ദൈവം നമ്മളെ എന്ത് ചെയ്യും? പരീക്ഷിച്ചു. ഇവനെ പരീക്ഷിച്ചെന്താ? ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു. അബ്രഹാം ആരോടും എന്ത് ചെയ്തില്ല? ആലോചിച്ച് ചോദിച്ചില്ല. അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു എന്ന് അവിടെ കാണുന്നുണ്ട്. വായിച്ചു. അബ്രഹാം എപ്പോൾ ചെയ്തു? അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു? അതികാലത്ത് എഴുന്നേറ്റു. എല്ലാവരും പറഞ്ഞ്, അബ്രഹാം എന്ത് ചെയ്തു? അതികാലത്ത് എഴുന്നേറ്റു. ഞങ്ങളിന്ന് ഇങ്ങോട്ട് രാവിലെ യോഗത്തിന് പോയപ്പം പഴയ പാഷന്മാർ പറയുന്ന ഒരു തമാശ പറഞ്ഞു. രാവിലെ 7 മണിക്ക് നമ്മൾ ടൗണിൽ നിന്നാൽ ഒരുങ്ങി പോകുന്നവരെ കാണാം. 7 മണിക്ക് 6:30 പള്ളിയിൽ പോകുന്ന അമ്മച്ചി, ആൻറ്റി, അച്ചായൻ ആരായിരിക്കും? കത്തോലിക്കരായിരിക്കും. 7 മണിയാകുമ്പോൾ, ഒരു 7:30 ആകുമ്പോൾ പോകുന്നവരാരായിരിക്കും? യാക്കോബക്കാരായിരിക്കും. ഒരു 8 മണി കഴിഞ്ഞ് പോകുന്ന ആരായിരിക്കും? മാർത്തോമാക്കാരായിരിക്കും. ഒരു 10 മണിയാകുമ്പോൾ പോകുന്ന ആരായിരിക്കും? ബ്രദറുകാരായിരിക്കും. ഒരു 11:30 ആകുമ്പോൾ ആടി പോകുന്ന ആരായിരിക്കും? ക്രിസ്തുകാരായിരിക്കും. അപ്പം അവിടത്തെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. പക്ഷേ അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു എന്ന് കാണുകയാണ്. ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ്
വേഴ്സസ് 3 അല്ലേ? ഏബ്രഹാം റോസ് early in the morning on the date of worship he rose early in the morning. അപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന ദിവസം എപ്പോൾ എഴുന്നേക്കണം? അതിരാവിലെ എഴുന്നേക്കണം. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്യണം? അതിരാവിലെ എഴുന്നേക്കുന്നത് എന്തിനാണെന്നറിയാം? ഒരുക്കത്തിന് വേണ്ടിയാണ്. ഒരുക്കം അതിരാവിലെ എഴുന്നേറ്റു. എന്തിനു വേണ്ടി? ഈ റോസ് early in the morning. ആ ഒരു എല്ലാ വർഷിപ്പിൻ്റെ ദിവസത്തിലും എപ്പോൾ എഴുന്നേക്കാൻ കഴിയണം? രാവിലെ. മറ്റെല്ലാത്തിനേക്കാട്ടിലും ഒരു തിടുക്കം വേണം. എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ആരാധനയുടെ ദിവസമുള്ളൂ നമ്മൾ ഈ പിള്ളേരെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ പാട്. അവരെ ടൂറ് പോകുന്ന ദിവസമോ ടൂറ് പോകുന്ന ദിവസം അവർ ആരും വിളിക്കണ്ട. പക്ഷേ എന്ന് വിളിച്ചാൽ എഴുന്നേക്കത്തില്ല. ടൂറ് പോകുന്ന ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കുഞ്ഞും ഒരുങ്ങി സോക്സും ബാഗും എല്ലാം ആയിട്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് എന്ത് ചെയ്താൽ മതി? അങ്ങ് പോയാൽ മതി. അപ്പം ടൂറ് പോകുമ്പോൾ ആരും എന്ത് ചെയ്യണ്ട? വിളിക്കണ്ട വേണോ? വേണ്ട. പക്ഷേ എന്തിനാണ് പുറകെ നിൽക്കേണ്ടത്? ആരാധനയ്ക്കാണ്. പക്ഷേ അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു? ആദ്യകാലത്ത് എഴുന്നേറ്റു. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്തു? ആദ്യകാലത്ത് എഴുന്നേറ്റു. കഴുതയ്ക്ക് കോപ്പ് കെട്ടി 2 പേരെ കൂട്ടി ഹോമയാഗത്തിന് എന്ത് ചെയ്തു? അടുത്തത് വിറക് എന്ത് ചെയ്തു? കീറി. ഈ അബ്രഹാം രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു? വിറക് കീറി. വലിയ മനുഷ്യനാണ്, പക്ഷേ എന്ത് ചെയ്തു? വിറക് കീറി. പൈസ എത്ര ഉണ്ട്? 100 കഴിഞ്ഞു. വിറക് എന്ത് ചെയ്തു? വിറക് കീറി. അപ്പോൾ തന്നെ ഇസ്ഹാക്കിന് പ്രായമായി അല്ലേ? ഇസ്ഹാക്ക് തീരെ കുഞ്ഞല്ല, ആണോ? അല്ല. ബാല്യക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരു 5 വയസ്സുള്ള കുഞ്ഞല്ല, അവന് വളർന്നു, ഗ്യാപ്പുകളുണ്ട്, വളർന്നു. അപ്പം വിറക് കീറിയിട്ടാണ് എന്തിനു പോകുന്നത്? യാഗത്തിന് പോകുന്നത്. വേദോസം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു, വസ്ത്രങ്ങളെ അല്ല, എന്തിനെ കീറണം? ഹൃദയങ്ങളെ തീർണം അല്ലേ? ഹൃദയങ്ങളെ കീറി. ഹൃദയം നുറുങ്ങിയവർക്ക് ബ്രോക്കൺ ഹാർട്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവത്തെ ഓർത്ത് ആരാധനയ്ക്ക് വരുമ്പോൾ മുട്ടിയായിട്ട് വന്നിരിക്കരുത്. ഈ വിറക് മുട്ടി കണ്ടിട്ടില്ലേ? അങ്ങനെ വന്നിരുന്നാൽ അങ്ങനെ തന്നെ പോകും. കീറി വന്നിരിക്കണം. വസ്ത്രങ്ങളല്ല, എന്ത്? ഒരു ഹൃദയ തകർച്ചയോടെ. ഇഫ് യു കം ടു ദ ആൾട്ടർ വിത്ത് എ ബ്രോക്കൺ ഹാർട്ട്, ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഒരു ബ്രോക്കൺ ഹാർട്ടായിട്ട് വന്നാൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് കഴിയും. അബ്രഹാം വിറക് കീറി എടുത്തുകൊണ്ട് പോയി. ദൂരവേ കണ്ടു, ആ സ്ഥലം കണ്ടില്ലേ? എന്നിട്ട് അബ്രഹാം പറഞ്ഞു, ബാല്യക്കാരെ നിങ്ങൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. സെർവൻസിനെ എല്ലാം അവിടെ നിർത്തിയിട്ട് ആരാ പോയത്? അബ്രഹാമും ഇസ്ഹാക്കുമായിട്ട് പോയി. പോകുന്ന വഴിക്ക് ചെയ്തൊരു കാര്യമുണ്ട്. 6-ാം വാക്യം. Abraham took the wood of the burnt offering and laid it on Isaac his son, and he took in his hand the fire and the knife. ഈ വിറകെടുത്തിട്ട് ആളുടെ തോളി വെച്ചു, ഇസ്ഹാക്കിൻ്റെ തോളി വെച്ചു. അവിടെ ആരുണ്ട്? ബാല്യക്കാരുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ ബേണാകാനുള്ള വിറകാണ് അത്. ഒരു ശകലമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഈ ക്രിമിയേഷൻ ചെയ്യും. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒത്തിരി നടന്നു. ഏറ്റവും കുറഞ്ഞത് വിറക ഉപയോഗിക്കുന്നെങ്കിൽ 1 മാവ് വിറക് വേണം ഒരാൾ എന്ത് ചെയ്യാൻ? ദഹിച്ചിരിക്കാൻ വേണ്ടേ? 1 മാവ് വെട്ടിക്കീറിയാണ് വെക്കുക. അങ്ങനെയെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ദഹിക്കണമെങ്കിൽ എന്തുമാത്രം വിറക് വേണം? അത്രയും വിറക് ആടെ തോളി വെച്ചു. ഐസക്കിൻ്റെ തോളി വെച്ചു, ഇസ്ഹാക്കിൻ്റെ തോളി വെച്ചു. എനിക്ക് സങ്കടം തോന്നി. ആ വിറക് വേറെ ആരുടെയെങ്കിലും തോളി വെച്ച് കൊടുക്കത്തില്ലേ? ഈ ചെറുക്കൻ മരിക്കാൻ പോവല്ലേ? അവൻ സമാധാനത്തോട് പോയി ചാകട്ടെ. എന്തിനാപ്പാ ഇതെടുത്ത് വെച്ചത്? അബ്രഹാമിന് പറയാൻ ഒരു മറുപടിയുണ്ട്. ഞാൻ കണ്ട ദീർഘദർശനത്തിൽ കുരിശും തോളി വെച്ചുകൊണ്ട് യാഗമൃഗം തന്നെ എന്തും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കുരിശും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മല കയറുന്നുണ്ട്. ഗാഗുൽത്ത മലയിലേക്ക് ഒരാൾ കയറിപ്പോന്നു. ആരാ? ക്രിസ്തു. കുരിശാരുടെ തലവില്ല, ക്രിസ്തുവിൻ്റെയാ. ഇൻ ബിറ്റ്വീൻ കുറച്ചു നേരം കുറേനക്കാരൻ ചുമന്ന് ഒഴിച്ചാൽ ആ ക്രൂശ് ആരുടെ തോളിലായിരുന്നു? അവൻ്റെ തോളിലായിരുന്നു അല്ലേ? കുരിശും നിജ തോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീ, കുരിശും നിജ തോളിലെടു ഒരുവൻ ഗിരിമേ കയറി കാഴ്ച കാൺമീ, അവനീശസുധൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിതനാ, അവനീശസുധൻ മഹിമോന്നതനാം അവനീ
കാൺ പാപികളാ നരർക്കായി കുരിശും നിജ തോളിലെടു ഒരുവൻ ഗിരിമേ കയറി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടിട്ട് പാലിക്കാട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ, കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് എന്ത് ചെയ്യട്ടെ, മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് മകനായ ഇസാക്കിൻ്റെ ചുമലി വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. മണ്ഡലത്തിലേക്കുള്ള യാത്രയാണ്. പക്ഷേ എങ്ങനെ നടന്നു? ഒന്നിച്ച് നടന്നു. ആ വാക്കൊന്ന് അടിവരയിട്ടെ. അപ്പനും മോനും എങ്ങനെ നടന്നു? ഒന്നിച്ച് നടന്നു. ഇരുവരും ഒന്നിച്ച് നടന്നു. ഇരുവരും ഒന്നിച്ച് നടന്നു. ഹല്ലേലൂയ. ഇരുവരും ഒന്നിച്ച്, ഹല്ലേലൂയ. ഇരുവരും എന്ത് ചെയ്തു? ഒന്നിച്ച്. So they went both of them together. ഇരുവരും ഒന്നിച്ച് നടന്നു. അടിവരെ എന്നിട്ട് ഇരുവരും എന്ത് ചെയ്തു? ഒന്നിച്ച് നടന്നു. ഇരുവരും ഒന്നിച്ച്. ആരാധനയ്ക്ക് പോകുമ്പോൾ അപ്പം എങ്ങനെ നടക്കണം? ഒന്നിച്ച് പോകണം. ഒന്നിച്ച് പോയി. പോകുന്ന വഴിക്ക് മോനൊരു ചോദ്യം ചോദിച്ചു, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ല? വേർ ഈസ് ദ ആനിമൽ? എന്തില്ല? മൃഗമില്ല. അപ്പം പറയുന്നൊരു മറുപടിയുണ്ട്, മോനെ യഹോവ എന്ത് ചെയ്തുകൊള്ളും? ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. എന്താണ് പറയുക? ദൈവം തനിക്ക്, ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ ഹിംസെൽഫ് ഇതെല്ലാം ഫോർ എ ബേൺഡ് ഓഫറിങ്. ദൈവം തനിക്ക് ഒരു ഹോമയാഗത്തിനൊരു മൃഗത്തെ എന്ത് ചെയ്യും? കരുതും. അപ്പനറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ ഐസക്കാരുടേതാ? ദൈവത്തിൻ്റെതാ. അവന് വേണ്ടി ആര് കരുതും? ദൈവത്തിന്. അത് ആർക്ക് വേണ്ടി കരുതുക? ദൈവത്തിന് വേണ്ടി കരുതുക. അത്രയും ബോധ്യമുണ്ട്. ദൈവം തനിക്ക്, എൻ്റേതൊന്നും അല്ല. ആര്? ഇസ്ഹാക്ക്. അത് ഭയങ്കര ഒരു സത്യമാണ്. നമുക്കിതെല്ലാം പാടാന്നേലും ഫ്രീ ആകാനൊരു കാര്യമുണ്ട്. എനിക്കറിയാവുന്നൊരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഒരച്ചായനോട് ആദ്യമൊക്കെ കുറേ പെൺപിള്ളേരായിരുന്നു. അപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മുടെ ഒരാൾ പറയുന്ന ഒരു കാര്യമാണ്. പെൺപിള്ളേരായിരുന്നു. അപ്പം കാണുന്നവരെല്ലാം പറയും, നീ ഇറങ്ങി തിരിച്ചാൽ എന്തോ ചെയ്യും? ഇത്രയും പെൺപിള്ളേരില്ലേ, നീ എങ്ങനെ കെട്ടിക്കും, നീ എങ്ങനെ പഠിപ്പിക്കും, നീ എങ്ങനെ വളർത്തും? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നീ ആ പിള്ളേരെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി കർത്താവിന് ആരെ കൊടുത്തു? പിള്ളേരെ കൊടുത്തു. പുള്ളി അങ്ങ് ഫ്രീ ആയി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, നിനക്ക് മക്കളുണ്ടോ? ഇല്ല. എനിക്ക് എന്തില്ല? മക്കളില്ല. മക്കൾ ആരുടേതാ? കർത്താവിൻ്റെ. അപ്പം കർത്താവ് വേണം എന്ത് ചെയ്യും? കരുതും. ഒരു കാര്യം സത്യമാണ്, കർത്താവ് കരുതുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആര് കരുതിക്കൊള്ളും? കർത്താവ് കൊളയും. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആരെ കരുതും? ആട്ടുംകുട്ടി. എല്ലാവരും പറഞ്ഞു തനിക്ക് വേണേ കരുതും. അതാണ് കാര്യം. തനിക്ക് വേണമെങ്കിൽ ആര് കരുതിക്കൊള്ളും? ദൈവം കരുതിക്കൊള്ളും. എൻ്റേതല്ല, പിന്നെ ആരുടേതാ? ദൈവത്തിൻ്റെ. അത്രയും കിട്ടിയാൽ നമ്മൾ ഫ്രീ ആകും കേട്ടോ. എത്രയും കിട്ടിയാൽ നമ്മൾ ഫ്രീ ആകും. സഭ ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. ഞാൻ ഒത്തിരിയൊക്കെ ടെൻഷൻ സഭയുടെ കാര്യത്തിൽ അടിക്കുമ്പോൾ കർത്താവിനൊരു ദിവസം ചോദിച്ചാൽ, എൻ്റെ മണവാട്ടിയുടെ കാര്യത്തിൽ നീ ഒത്തിരി ഇടപെടണ്ട. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭ കർത്താവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ദൈവദാസൻ മുഖാന്തരം അരുളി ചെയ്ത ഒരു ദൂതുണ്ട്. വന്ന് ദൂത് പറഞ്ഞു, എൻ്റെ മണവാട്ടിയുടെ കാര്യത്തിൽ നീ ഒത്തിരി കാര്യം എന്ത് ചെയ്യണ്ട. എന്നിട്ട് ആ ദൈവദാസൻ എന്നോട് ചോദിച്ചു, നിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ ഒത്തിരി ഇടപെട്ടാൽ നിനക്ക് ഇഷ്ടപ്പെടും? ബ്ലസ്സി എന്നാ ക്ഷീണിച്ചിരിക്കുന്നു. ബ്ലസ്സിക്ക് എന്താ പറ്റി? ഞാൻ എൻ്റെ ഭാര്യയല്ലേ, ഞാൻ നോക്കത്തില്ലേ? അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. എൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്തോളാം, നോക്കിക്കോളാം. ഒന്ന് ആമേൻ പറഞ്ഞേ. പിള്ളേരാരുടേതാ? ദൈവത്തിൻ്റെ. പിള്ളേരാരുടേതാ? ദൈവത്തിൻ്റെ. നമ്മളാരുടേതാ? ദൈവത്തിൻ്റെ. പണ്ടൊരു മനുഷ്യൻ ഈ കൃഷിത്തോട്ടം നോക്കാൻ കാത്തിരിക്കാൻ പോയി. രാത്രി പന്നി വരും. പന്നിവടിയൊക്കെ ആയിട്ട് പടക്കമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആകെ വന്നപ്പോൾ ഉറക്കം വന്ന് ഇരിക്കാൻ വയ്യ. കള്ളം വരും, പന്നി ഒക്കെ ഇരിക്കുമ്പോൾ അവസാനം ഉറക്കം വരാൻ നേരത്ത് ഈ കർഷകൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഏതായാലും ഉറക്കം വരുന്നു. ഇസ്രായേലിൻ്റെ പരിപാലകൻ എന്ത് ചെയ്യത്തില്ല, മയക്കത്തിന്. ഞാനും നീയും കൂടെ ഉറക്കളയ്ക്കുന്ന മോശമല്ലേ? ഏതായാലും ഒരാൾ ഡ്യൂട്ടി ചെയ്താൽ മതി. കർത്താവ് ഉണർന്നിരിക്കുകയല്ലേ, ഞാൻ എന്ത് ചെയ്യട്ടെ, ഉറങ്ങട്ടെ. അബ്സൊല്യൂട്ട് ഫ്രീ. പന്നി വരത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ഒരു വട്ടം ഞങ്ങളുടെ ആണ്ടത് യോഗം നടക്കുകയാണ്. ആണ്ടത് യോഗം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും യോഗത്തിന് വരണം. വാച്ച് നൈറ്റ് സർവീസ് എല്ലാവരും യോഗത്തിന് വരണം. കള്ളം കയറത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ വീടുകൾക്കും സെക്യൂരിറ്റിയെ വെച്ച്, ദൂതന്മാരെ വെച്ച് പ്രാർത്ഥിച്ച് മുദ്രയിട്ടു. എല്ലാവരും യോഗത്തിന് വരണമെന്ന് പറഞ്ഞു. വിശ്വസിക്കാതെ 1-2 പേര് വീട്ടിലിരുന്നു. അവിടെ വീട്ടിൽ കള്ളം വന്നു. വീട്ടിലാക്കിയിട്ട് പോകുന്നവരുടെ വീട്ടിൽ എന്ത് വന്നു? കള്ളം വന്നു. എല്ലാവരും വന്നെടുത്ത് കള്ളം വന്നേ ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടേതല്ല. ആടേതാ? ദൈവത്തിൻ്റെ. ഒന്ന് കരമടിച്ച് സ്തുതിച്ചേ. നമ്മളാടേതാ? ദൈവത്തിൻ്റെതാ. നമ്മളാടേതാ? ദൈവത്തിൻ്റെതാ.
ദൈവത്തിൻ്റെത്. നമുക്ക് നമ്മൾ ഈ ചത്തുപോകുന്നൊന്നും പേടിക്കരുത്. നമ്മൾ ജീവിക്കേണ്ട ദൈവത്തിന് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യും? ജീവിക്കും. നമ്മളെ ജോലി തീർന്നെങ്കിൽ എന്ത് ചെയ്യട്ടെ? പോട്ടെ. കർത്താവ് പോയ എത്ര വയസ്സിലാണ്? 33. ഒറ്റ കാര്യമുള്ളൂ. 33 ആയാലും 80 ആയാലും ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ എന്ത് തീരണം? നമ്മുടെ ദൗത്യം തീരണം. ദൗത്യം തീരുമ്പോൾ എന്ത് ചെയ്യും? പോവും അല്ലേ? അപ്പോൾ നമ്മൾ ആരുടേതാ? ദൈവത്തിൻ്റെ. ഞാൻ ദൈവത്തിൻ്റെയാണ്, എൻ്റെ പിള്ളേർ ദൈവത്തിൻ്റെയാണ്, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെയാണ്, ഞാൻ ദൈവത്തിൻ്റെയാണ്. ദൈവത്തിന് വേണേ കരുതും. അത്രയും ബോധ്യമുണ്ടോ? അത്രയും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് ഫ്രീ ആവും അല്ലേ? സിൽവിയാൻ്റി പിള്ളേരാരുടേതാ? ദൈവത്തിൻ്റെ. നമ്മളാരുടേതാ? ദൈവത്തിൻ്റെ. നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും കാര്യമില്ല. കർത്താവിനൊന്ന് സ്തുതിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും ആ ടെൻഷനെല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞേ. അതുകൊണ്ടാണ് ഈ പൗലോസ് മെലീത്ത ദ്വീപിൽ വന്നപ്പോൾ എന്തോ ചെയ്തു? ആണല്ലേ എന്ത് ചെയ്തു? കുടഞ്ഞു കളഞ്ഞു. 19-ാമത്തെ ദിവസം എല്ലാവരും ഒന്ന് കുടഞ്ഞു കളഞ്ഞ്, എല്ലാ ഭാരവും എല്ലാം ചുമ്മാ കുടഞ്ഞു കള. ആരുടേതാ? ദൈവത്തിൻ്റെ. ഭാരപ്പെടാനാണെങ്കിൽ 1000 കാര്യം എനിക്കുണ്ട്, പക്ഷേ എല്ലാം കൂടെ കയറ്റി വെച്ചാൽ നമ്മുടെ തല പോവും. അതുകൊണ്ട് എല്ലാത്തിനും എന്ത് ചെയ്യുക? കുടഞ്ഞു കളയുക. ആരുടേതാ? ദൈവത്തിൻ്റെ. ഒന്ന് സ്തുതിച്ചേ, എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. കർത്താവ് പറയുന്നു, നീ എൻ്റേതാണ്. പിള്ളേരാരുടേതാ? എൻ്റേതാ. എൻ്റെ വീട് ആരുടേതാ? എൻ്റേതാ അല്ലേ? അപ്പം അതുകൊണ്ടാണ് പറയുക, മോനെ ദൈവം തനിക്ക്. ആർക്ക്? ഭയങ്കര പൊക്ക. ദൈവം തനിക്ക്. ഇസാക്കാ പോകുന്നറിയാം. ദൈവം തനിക്ക്. ഉള്ളി പറഞ്ഞു കാണും, വേണേ കരുത്. ഇല്ല എനിക്കെന്നാ അത്? എന്തൊരു ധൈര്യ. ദൈവം തനിക്ക്. ഇസാക്കിനെ ദാനം കഴിക്കാൻ ഈ അപ്പം പോകുമ്പോൾ, കത്തിയുമായിട്ട് പോകുമ്പോഴും പറയുന്നു, തനിക്ക് വേണേ കരുതും. എന്തൊരു ബന്ധം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു കുട്ടിയെ, അങ്ങനല്ലേ, ആട്ടിൻകുട്ടിയെ നോക്കിക്കോളും. ദൈവം വേണേ എന്ത് ചെയ്യും? നോക്കും അല്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം എന്ത് ചെയ്യും? തനിക്ക്. ദൈവം തനിക്ക്. ആർക്ക്? ദൈവത്തിന്. അപ്പം നമ്മൾ ആരുടെ വകയാ? ദൈവത്തിൻ്റെ വക. ഒരു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ വി ബിലോങ് ടു ദ ക്രൈസ്റ്റ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. ദൈവം തനിക്ക് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു കുട്ടിയെ നോക്കിക്കോളും അല്ലേ? ദൈവം തനിക്ക്. സന്തോഷം കൊണ്ട് പറഞ്ഞ്, ഞാൻ ആരുടേതാ? ദൈവത്തിൻ്റെ. എൻ്റെ മക്കൾ ആരുടേതാ? ദൈവത്തിൻ്റെതാ. എൻ്റെ വീട് ആരുടേതാ? ദൈവത്തിൻ്റെ. എൻ്റെ ഭാവി ആരുടെ കയ്യിലാ? ദൈവത്തിൻ്റെ. ആർക്ക് വേണ്ടി നോക്കും? തനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? നോക്കും അല്ലേ? ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടി എന്ത് ചെയ്യും? നോക്കിക്കൊള്ളും. അവരിരുവരും എന്ത് ചെയ്തു? ഒന്നിച്ച് നടന്നു. ഉറക്കെ പറഞ്ഞേ, അവരിരുവരും ഒന്നിച്ച് നടന്നു. എങ്ങനെ നടക്കണം? ഒന്നിച്ച് നടക്കണം. കരം ഉയർത്തി പറഞ്ഞേ, ഒന്നിച്ച് നടക്കാനുള്ള. ആരാധനയ്ക്ക് പോവാ. അപ്പനും മോനും എങ്ങനെയാ? ഒന്നിച്ച് പോയി. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് യോഗത്തിന് വരണം. ഒന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് ശ്രുതിച്ച് ഒന്നിച്ച് യോഗത്തിന് വരണം. ഒന്നിച്ച്. എന്നാൽ ഒറ്റയ്ക്ക് വരുന്നവരോടെല്ലാം പറയുക, പ്രാർത്ഥിക്കണം. അവർ ഇരുവരും എങ്ങനെ പോയി? യോഗത്തിന്, ആരാധനയ്ക്ക് പോവുക, സാക്രിഫൈസിന് പോവുക. They went together. The father and son, they went together. The husband and wife, they went together. അപ്പനും മോനും കൂടെ എങ്ങനെ പോവുകയാണ്? ഒന്നിച്ച് പോയി. യാഗപീഠം എല്ലാം കെട്ടി, ഓൾട്ടറെല്ലാം റെഡിയാക്കി, കത്തിയെടുത്തു, കുത്താൻ ആഞ്ഞു. കർത്താവ് ഒറ്റ വിളി, അബ്രഹാമേ. 2 ഡബിൾ വിളിയാണ്. അബ്രഹാമേ. ബാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്? കൈ വെക്കരുത്. ഈ അബ്രാമേ എന്ന് വിളിച്ചു. അബ്രാമേ. എങ്ങനെ, എന്തിനാ വിളിക്കുന്നേ? അബ്രാമേ എങ്ങനെ വിളിക്കുന്നേ? മക്കളെ, എമർജൻസി. അതായത് നമ്മളിപ്പം കുഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോന്നു, ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ കുഞ്ഞിത് കാണുന്നില്ല. നമ്മളെന്ത് വിളിക്കും? നമ്മൾ മൈ ഡിയർ സൺ, യു ഹാവ് ടു ബി കെയർഫുൾ വെഹിക്കിൾ. കാരണം നമ്മൾ വളരെ അപ്പുറത്തെ സായിപ്പ് കേൾക്കാമെന്ന് പറയുന്നേ അല്ല, ഉറക്കെ വിളിക്കും. കൊച്ചേ എന്ന് വിളിക്കത്തില്ലേ? വിളിക്കും. അത് നമുക്ക് എന്ത് കൂടുന്നുണ്ടാ? ടെൻഷൻ കൂടുന്നുണ്ടാ. ഈ ടെൻഷനൊന്നും ഇല്ലാത്തപ്പോഴാണ്. ഞാനൊരു തമാശ പറയാമേ. തമാശ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും പറയുന്നത്. കഥ പറയാം. കഥയാകുമ്പോൾ ഇത് മറക്കത്തില്ല. ഈ ടെൻഷനൊക്കെ ഇല്ലാത്തപ്പോഴാണ് ഭയങ്കര ഒരു സംസ്കൃത പണ്ഡിതൻ. ആരാണ്? സംസ്കൃത വലിയ പണ്ഡിതനാണ്, അതോറിറ്റേറ്റീവാണ്, സാംസ്ക്രിറ്റിക്. അദ്ദേഹത്തിൻ്റെ മോടെ വീട്ടിലോട്ട് പോയപ്പോൾ മോടെ കൊച്ച് ഓടി വന്നു. ആരെ കണ്ടോണ്ട്? ഈ പണ്ഡിതൻ കൊച്ചിൻ്റെ ആരാ? അപ്പൂപ്പനാണ്, വല്യപ്പനാണ്. അപ്പച്ച, മൈ ഡിയർ ഗ്രാൻഡ് ഫാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നു. ആര്? കൊച്ച്. വരുന്ന വഴി കൊച്ചങ്ങ് കണ്ടിപ്പോയി. കഥയാന്ന്. ആ പാവം സിസ്റ്റർ മേർലിൻ എന്ന് വെച്ച് കൊച്ചങ്ങ് എന്ത് ചെയ്തു? അതാണ് ഈ കഥ പറയുന്നവരുടെ ഗുണം. കഥ പറയുമ്പോൾ കഥ കേൾക്കുന്നവരെ കഥയുമായിട്ട്
സമന്വയിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് കഥ പറച്ചിൽ എന്ന് പറയുന്നത്. ഏതായാലും കിണറ്റിലോട്ട് പോയപ്പം സംസ്കൃത പണ്ഡിതന് അയ്യോ ഓടിവായോ എന്ന് പറയണം. പക്ഷെ അയാൾക്ക് പറയാൻ ഒക്കൂ? ഇല്ല. അയാൾ ആരാണ്? സംസ്കൃത പണ്ഡിതനാണ്. അയാൾ എന്തിലേ പറയാവൂ? സംസ്കൃതത്തെ പറയാവൂ. അയാൾ വിളിച്ചുപോയി അടിയൻ്റെ പ്രജ, പ്രജയുടെ പ്രജ, ഉണ്ണിപ്രജ, പാതാള ലോകേന വട്ടമിത്ര കണ്ടത്തിൽ തകു ബുളുബുളു 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 മുട്ടുള്ള പാശവും മാളോടെ സഹായവും എത്തിക്കണേ കൂയി 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 കൂയി. ഇത് മനസ്സിലാക്കിയപ്പോഴത്തേന് കൊച്ച് ബുളുബുളു വെച്ചു. അടിയൻ്റെ പ്രജ, എൻ്റെ കൊച്ച്, പ്രജയുടെ പ്രജ, കൊച്ചിൻ്റെ കൊച്ച്, ഉണ്ണിപ്രജ, കൊച്ച്, പാതാള ലോകേന വട്ടമിത്ര കണ്ടത്തിൽ, പാതാളം പോലത്തെ വട്ടമുള്ള കിണറ്റിൽ കിടന്ന് ബുളുബുളു 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 എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുകയാണ്. മുട്ടുള്ള വാശം, ഏണി, മാളവരുടെ സഹായം, ആളുകൾ വരണേ. ഇത് മനസ്സിലാക്കി വന്നപ്പോഴത്തേന് കൊച്ചെന്തോ വെച്ചു പോയി. സംസ്കൃത പണ്ഡിതൻ പറഞ്ഞതാ. പക്ഷേ റിയൽ ഹിസ്റ്ററിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സംസ്കൃതമാണെന്ന് ഓർക്കത്തില്ല. ഇല്ല. ഏത് മലയാളിയും എവിടെയും മലയാളിയാൻ തെളിയും. എപ്പോഴാണെന്നറിയാമോ? പോകുന്ന വഴിക്കും തെന്നി വീണാൽ നമ്മൾ എന്തോ വിളിക്കും? അയ്യോ എൻ്റെ അമ്മയെന്ന് വിളിക്കും. ഓ മൈ ഡിയർ ഡാർലിംഗ് എന്നൊന്നും വിളിക്കത്തില്ല. വരുമോ? ഇല്ല. മൈ മാ എന്നൊന്നും പറയത്തില്ല. അയ്യോ എൻ്റെ അമ്മയെന്ന് വിളിക്കും. എന്താണ്? നമ്മുടെ ഒറിജിനാലിറ്റി വരും. ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ആര് വിളിച്ചത്? അബ്രാം വിളിച്ചു. അബ്രാമേ എന്ന് ആര് വിളിച്ചു? ദൈവം വിളിച്ചു. എന്നാണെന്നറിയാമോ? ഒരപ്പനാണ് ദൈവം. ദൈവത്തിന് മനസ്സിലായി ഈ അബ്രാം കത്തി എടുത്തത് ഓങ്ങാനൊന്നുമല്ല, കൊല്ലാനാ. ഞാനാണെങ്കിൽ കത്തി എടുക്കുമ്പോഴേ ഇടയ്ക്ക് നോക്കിയനെ വിളിച്ചായിരുന്നോ? ഇല്ല. അതന്നെ അല്ല, എനിക്കങ്ങ് തോന്നി, വിളിച്ചതുപോലെ ഒരു തോന്നൽ. വിളിച്ചു ഇല്ല. പക്ഷെ തമ്പുരാൻ വിളിച്ചത് അബ്രാമേ എന്ന് വിളിച്ചു. കാരണം ദൈവത്തിന് മനസ്സിലായി ഇങ്ങനെ കത്തി എടുത്തത് എന്ത് ചെയ്യാനല്ല, ഓങ്ങാനൊന്നും അല്ല, കത്തി എടുത്തത് സാക്രിഫൈസ് ചെയ്യാനാ. അതുകൊണ്ടാണ് ദൈവം ഇന്നും സത്യത്തിൽ ഈ അബ്രഹാം ആരെ പേടിപ്പിച്ചു? ദൈവത്തെ പേടിപ്പിച്ചു, സ്വർഗത്തെ പേടിപ്പിച്ചു. സ്വർഗത്തെ പേടിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? സ്വർഗത്തെ പേടിപ്പിച്ച ഭക്തന്മാരുണ്ട്. സ്വർഗത്തെ പേടിപ്പിച്ചു. ഞങ്ങൾ കക്കുടുമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്തുകയാണ്. കക്കുടുമ്പം എന്ന സ്ഥലത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ ഭയങ്കര മഴ വരുന്നു. ഓപ്പൺ സ്റ്റേജാണ്. ആശാരോപദേശിയാണ് പ്രസംഗിക്കുക. ലാസ്റ്റിൽ സമയങ്ങളാണ്. ഭയങ്കര കൺവെൻഷൻ, ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ ഓഡിറ്റോറിയം. ആൾ തിങ്ങിക്കൂടി ഒരു വനത്തിലാണ്. വനത്തിൻ്റെ ഫോറസ്റ്റ് ഗ്രൗണ്ടാണ്. അതൊരു ഗ്രാമം. പക്ഷേ ആ ഗ്രാമത്തിൽ 10,000 പേര് അന്നും കൂടി. ഭയങ്കര യോഗം നടക്കുമ്പോൾ താണ്ട് മഴ വരുന്നു. എല്ലാവരും പേടിച്ചു. നമ്മുടെയൊക്കെ സംഘാടകർക്കാണ് ഇതിൻ്റെ എല്ലാം ടെൻഷൻ അല്ലേ? സംഘാടകരുടെ നമ്മൾ ഈ മൈക്കും ഈ സെറ്റും എല്ലാം വെച്ചൊക്കെ ദൈവമേ എന്തോ ചെയ്യും. ആശാരോപദേശി കഴിഞ്ഞ് എന്ന് മഴ പെയ്യത്തില്ല. ധൈര്യമായിട്ട് ഒറ്റ എഴുന്നേറ്റേക്കരുത്. പറയുന്നത് ആശാരോപദേശി മഴ പെയ്യത്തില്ല. എന്നിട്ട് പുള്ളി അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. പുള്ളി മോടെ കല്യാണമാണ്. മോടെ കല്യാണത്തിന് ഒത്തിരി പേരെ വിളിച്ചു. വലിയ കല്യാണത്തിന് ആളെ വിളിച്ചു ഭയങ്കരമായിട്ട്. പുള്ളി അങ്ങ് ഇളക്കി എല്ലാവരും വിളിച്ച് 10,000 പേരെ വിളിച്ച് കല്യാണം. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, കക്കുടുമണി പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. രാത്രി ഇതെല്ലാം പുറത്ത് ഭയങ്കര അടുപ്പ് കൂട്ടി ഈ അണ്ടാവെല്ലാം വെച്ച് പായസം, ഈ വെച്ച് പല കറികളല്ലേ. തിരുവനന്തപുരത്തോട്ടൊക്കെ ചെന്നാൽ ഒത്തിരി കൂട്ടാനാണ്. 10,500 പേരാ. ഇതെല്ലാം വേകുമ്പോൾ താണ്ട് വരുന്നു. എന്താ മഴ. ഈ അണ്ടാവിനകത്തെല്ലാം, സാമ്പാറിനകത്തും അവിയലിനകത്തും എല്ലാം എന്തോ വീഴും, വെള്ളം വീഴും, ആകെ പോവും. ഉപദേശി എന്തോ ചെയ്യുന്നറിയാവും. എല്ലാവരും ചോദിച്ചു എന്തോ ചെയ്യണം. ഉപദേശം പറഞ്ഞു ഒന്നും ചെയ്യണം, നിങ്ങളുടെ ജോലി ചെയ്യുക. അന്ന് ഉപദേശി പറഞ്ഞൊരു കാര്യം. ഉപദേശി പതുക്കെ രാത്രിയായപ്പോൾ മഴ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 5-6 ലിറ്റർ മണ്ണെണ്ണ ഒരു കന്നാസിനകത്ത് എടുത്തിട്ട് ഈ പന്തലിങ്ങനെ താഴെയാണ്, അതിൻ്റെ മേളിലൊരു ഈടിയുണ്ട്, അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഇതേ എൻ്റെ മോടെ കല്യാണം. ഈ മോളെങ്ങനെ ഉണ്ടായെന്നറിയാം? കർത്താവിനോട് ചോദിച്ചെന്ന്. അവിടെ അമ്മയ്ക്ക് മോളെ പ്രസവത്തിന് ആ ലേബർ പെയിൻ തുടങ്ങിയപ്പോൾ എങ്ങാണ്ടൊന്നൊരു കത്ത് വന്നു, ഭൂതം ഇളകിയെന്ന്. അപ്പോൾ പുള്ളി ഈ ഭൂതത്തിൻ്റെ പുറകെ പോയപ്പം പിന്നെ തിരിച്ചു വരാൻ ഒരാഴ്ച എടുത്തു, ദൂരെ എങ്ങാണ്ട്. ആ സമയത്താണ് ഈ മകൾ പ്രസവിക്കുന്നത്. അന്ന് ആരും അറിഞ്ഞ് പോയി വന്ന് ഒരമ്മ ദർശനം കിട്ടി വന്നാണ് പ്രസവം എന്ത് ചെയ്തത്, എടുത്തത്. ആ കൊച്ചാണ് ഈ കൊച്ച്. ആ കൊച്ചിൻ്റെ കല്യാണമാണ്. ഞാൻ ഇവളെ ജനിച്ചപ്പോൾ ഇവളെ ഇട്ടേച്ച് ഭൂതത്തെ ഇറക്കാൻ പോയതാണ്. ആ കൊച്ചിൻ്റെ കല്യാണമായി നടക്കാൻ പോകുന്നത്. മഴ പെയ്ക്കുമോ? ധൈര്യമുണ്ട്. മഴ പെയ്താൽ ഈ പന്തലിനും തീ കൊടുക്കും. ഉപദേശി ഇപ്പോൾ ആത്മഹത്യ ചെയ്യും. ധൈര്യമുണ്ടോ? ആരോട് ചോദിച്ചത്? ദൈവത്തോട്. മഴ പെയ്തില്ലെന്ന്. നമ്മളൊന്നും അങ്ങനെ കയറി പറയരുതേ. മഴ പെയ്യും. അത് ഉപദേശി ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഹി ഹാഡ് സച്ച് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് ആ ബോധ്യത്തിൽ ദൈവം സ്വർഗത്തെ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. ദൈവം പേടിച്ചു പോയി അബ്രഹാമിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മനസ്സിലായി ഇവൻ കളിയല്ല, ഇവൻ ചെയ്യും.
അപ്പം ദൈവം വിളിച്ചു, അബ്രാമേ അബ്രാമേ. എന്ത് ചെയ്യരുത്? കൈവെക്കരുത്, കൈവെക്കരുത്, കൈവെക്കരുത്. അനുസരണത്തിൽ സ്വർഗത്തെ പേടിപ്പിച്ചവരുണ്ട്. അനുസരണത്തിൽ ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടു പിൻ വരുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനുസരണത്തിൽ സ്വർഗത്തെ പേടിപ്പിക്കണം. ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുമ്പോൾ സ്വർഗത്തിന് മനസ്സിലായി ഇവൻ ചെയ്യുന്നവനാ, ഇവൻ ചെയ്തു. അബ്രാമേ അബ്രാമേ, ദൈവം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ ബാലിൻ്റെ മേൽ എന്ത് ചെയ്ത് പെട്ടു. അബ്രാമേ ബാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്? ഈ ഡബിൾ വിളി കർത്താവിൻ്റെ വിളിയല്ലേ, ഡബിൾ വിളി. ശീമോനെ എരുസലേമേ ആമേൻ. ഓ, കർത്താവ് പറഞ്ഞു നീ കൈവെക്കരുത്, നീ തലപൊക്കി നോക്കിക്കേ, കണ്ടോ ഒരു കൊമ്പ് കാട്ടിക്കുരുങ്ങി ആര് കിടക്കുന്നു? ഒരു ആട്ടുകട്ടം കിടക്കുന്നു. അങ്ങനെയാണ് അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അബ്രഹാം തല പൊക്കി നോക്കി. അതിൻ്റെ അവിടുന്ന് അണ്ടർലൈൻ ചെയ്ത് 13-ാം വാക്യം 22 ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 30 നോക്കിക്കേ. വായിച്ചേ, ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മതി. ആൻഡ് Abraham lifted up his eyes. അവൻ അബ്രഹാം എന്ത് ചെയ്തു? തലപൊക്കി നോക്കിയാൽ കരുതൽ കാണാം. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ പ്രശ്നത്തിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു എന്ത് ചെയ്യണം? തലപൊക്കണം. എങ്ങോട്ട് നോക്കണം? ഈ പ്രശ്നത്തിൽ നോക്കിയിരിക്കരുത്. എങ്ങോട്ട് നോക്കണം? എല്ലാവരും പറഞ്ഞേ, എങ്ങോട്ട് നോക്കണം? ദൈവത്തെങ്കിലും നോക്കണം. സന്തോഷമുണ്ടോ? ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. എല്ലാവരും പറഞ്ഞേ, ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. എല്ലാവരും പറഞ്ഞേ, ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. എങ്ങോട്ട് നോക്കരുത്? ഡോണ്ട് ലുക്ക് അറ്റ് യുവർ പ്രോബ്ലംസ്, ബട്ട് ലുക്ക് അറ്റ് ജീസസ്, ലുക്ക് അറ്റ് ഗാഡ്. ദൈവത്തിലേക്ക് നോക്കണം. നമുക്ക് അതിന് നല്ലൊരു തെളിവ് പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരാളുണ്ട്, ഗിദെയോൻ. ആരാണ് ഗിദെയോൻ? ആ സംഭവം എല്ലാവർക്കും അറിയാമോ? ഗിദെയോന് ദൈവം വിളിക്കുന്നുണ്ട്, പരാക്രമശാലിയെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം യുദ്ധത്തിന് പോവുകയാണ്. ഗിദെയോൻ പറയുന്നുണ്ട്, യുദ്ധത്തിന് പോയപ്പം അവരെ എല്ലാം കൂടെ ഒരു 33,000 ആൾക്കാരുണ്ട്. അപ്പം ഗിദെയോൻ പറഞ്ഞു, ഭയമുള്ളവരെല്ലാം യുദ്ധമൊന്നും ചെയ്യണ്ട, നിങ്ങളെന്ത് ചെയ്തു? പോയിക്കോളാൻ പറഞ്ഞു. എത്ര പേര് പോയി? എല്ലാവരും പോയി. 10,000 പേര് ശേഷിച്ചു. അങ്ങനെയാണ് ഗിദെയോൻ. എത്ര പേര് ശേഷിച്ചു? 10,000 പേര് ശേഷിച്ചു. 10,000 ലെഫ്റ്റ്. ബാക്കി എല്ലാവരും പോയപ്പം ദൈവം പറഞ്ഞു, ഇതും എനിക്ക് കൂടുതലാണ്. എന്നെ ശ്രദ്ധിച്ച്, ഇതും എനിക്ക് എന്താണ്? കൂടുതലാണ്. ഇനി എനിക്ക് ഇതിനകത്തു നിന്നൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഐ എം ഗോയിങ് ടു ഫിൽട്ടർ ഫ്രം ടേക്കിംഗ് സം പീപ്പിൾ ഫ്രം ദിസ് 10,000. അതിനുവേണ്ടി എന്തോ ചെയ്തു? ഇവരെ എല്ലാം കൂടെ ഗാദർ ചെയ്തുകൊണ്ട് ഒരു റിവർ സൈഡിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഇവരോട് എല്ലാവരോടും പറഞ്ഞു, എന്ത് ചെയ്യാൻ പറഞ്ഞു? വെള്ളം കുടിക്കാൻ പറഞ്ഞു. നിങ്ങളെന്നെ ശ്രദ്ധിക്കണേ. എല്ലാവരോടും എന്തോ പറഞ്ഞു? വെള്ളം കുടിക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കുന്നത് നോക്കിയിട്ട് ആളെ ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞു. വെള്ളം കുടിക്കുന്ന നോക്കി. എങ്ങനെ വെള്ളം കുടിച്ചേ? നക്കി കുടിക്കുന്ന പോലെ. എത്ര പേര് കുടിച്ചു? 300 പേര് എങ്ങനെ കുടിച്ചെന്നറിയാമോ? കയ്യിലെടുത്ത് വെച്ച് എന്ത് ചെയ്തു? കുടിച്ചു. ബാക്കി 300 ബാക്കി ഏതാ? 9,700. അത്രയും പേരെങ്ങനെ കുടിച്ചേ? നക്കി കുടിച്ചവരെ മാറ്റി 300 പേരെ എടുത്തു. എന്താണ് വ്യത്യാസം? നാ നക്കി കുടിച്ചു. നാ എങ്ങനെ കുടിക്കുന്നത്? നായ എങ്ങനെ നടക്കുന്നത്? 2 കാലിൽ നടക്കുന്ന നാക്കളാണ്. അല്ല, നായ എങ്ങനെ നടക്കുന്നത്? 4 കാലിൽ പട്ടി നക്കി കുടിക്കുന്നു. എങ്ങനെ കുടിക്കും? ഒരു ബേസൺ കൊണ്ട് വെച്ചിട്ട് ഇന്ന് രാത്രി നോക്കിയാൽ മതി. ഒരു ബേസണിൽ വെള്ളം എടുക്കുക, കൊണ്ട് വെക്കുക, നാ നിൽക്കുന്നവരെ കുടിക്കുമ്പോൾ ഈ ബേസനകത്ത് നമ്മൾ ആരെ കാണും? ബേസനകത്ത് ആരെ കാണും? നമ്മളെ അവരെ വിട്ടേക്കാൻ 9,700 അവരെ കാണും. നമ്മളെ കണ്ട എങ്ങനെ വളിച്ച മുഖം കാണും. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിന്നെ കാണുന്നവരെ കൊണ്ട് എന്തൊക്കത്തില്ല, യുദ്ധത്തിനൊക്കത്തില്ല. എന്നാൽ കയ്യിൽ ഇച്ചിരി തേനെടുത്ത് നക്കി കുടിച്ചു. കണ്ണെങ്ങോട്ട് പോകും? കയ്യിൽ ഇച്ചിരി തേനെടുത്ത് നക്കി നോക്കാം. കണ്ണെങ്ങോട്ട് പോകും? നക്കിക്ക്. ചുമ്മാ നക്കി വയ്ക്കും. ഇച്ചിരി തേനെടുത്ത് വെച്ച് സപ്പോസ് നക്കി വയ്ക്കും. ഓട്ടോമാറ്റിക്കായി കണ്ണെങ്ങോട്ട് പോകും? കണ്ണ് മേപ്പോട്ട് പോകും. കണ്ണ് മേപ്പോട്ട് പോയാൽ 300 പേരെ അർത്ഥം നിന്നിലേക്ക് നോക്കുന്നവരെയും കൊണ്ട് യുദ്ധം നടക്കത്തില്ല. ആരിലേക്ക് നോക്കണം? എന്നിലേക്ക് നോക്കണം, ദൈവത്തെങ്കിലേക്ക് നോക്കണം. നമ്മളിലേക്ക് നോക്കിയിരുന്നാൽ നമ്മളെ കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല. നമ്മളെ കൊണ്ട് നോക്കരുത്. നമ്മളിലേക്ക് എന്ത് ചെയ്യരുത്? നോക്കരുത്. ആരിലേക്ക് നോക്കുക? ദൈവം. ഇന്ന് രാത്രി എല്ലാവരും നമ്മുടെ പ്രശ്നത്തിൽ നിന്നും, നമ്മുടെ പരിമിതികളിൽ നിന്നും, നമ്മുടെ പ്രോബ്ലംസിൽ നിന്നും നമ്മുടെ കണ്ണ് ഉയർത്തിയിട്ട് ആരിലേക്ക് നോക്കണം? ദൈവത്തെങ്കിലേക്ക് നോക്കണം. നമ്മളിൽ നിന്ന് നമ്മുടെ കണ്ണെടുക്കണം. ആരിലേക്ക് നോക്കുക?
ദൈവത്തെങ്കിലേക്ക് നോക്കുക. നിന്നിലേക്ക് നോക്കുന്നവരെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല, ഒരു കാര്യവും നടക്കത്തില്ല. സാത്താൻ പറയും, നീ തോറ്റവൻ, നീ പരാജയപ്പെട്ടവൻ, നീ ഇന്നലെ തോറ്റുപോയി, നിനക്ക് ഇന്ന പ്രോബ്ലമുണ്ട്, നിനക്ക് ഇന്ന പരാജയമുണ്ട്, നീ ഇന്ന പാപം ചെയ്തതാണ്. പിശാച് നമ്മളെ അത് ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അതിനകത്തുനിന്ന് തല പൊക്കിയിട്ട് ആരെ നോക്കണം? ദൈവത്തെങ്കിലേക്ക് നോക്കണം. ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതീകരണം കാണാം, ദൈവത്തിൻ്റെ വിശുദ്ധീകരണം കാണാം, ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന കാണാം, ദൈവത്തിൻ്റെ പദ്ധതികൾ കാണാം. വചനം പറയുന്നു, നമ്മളിലേക്ക് നോക്കരുത്. അബ്രഹാം എന്ത് ചെയ്തു? തലപൊക്കി നോക്കി. എല്ലാവരും പറഞ്ഞേ, അബ്രഹാം തലപൊക്കി നോക്കി. ഈ രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരും പറയട്ടെ, തലപൊക്കണം. എന്നിട്ട് ആരിലേക്ക് നോക്കണം? ദൈവത്തെങ്കിലേക്ക് നോക്കണം, ദൈവത്തെങ്കിലേക്ക് നോക്കണം, തലപൊക്കി നോക്കണം. നിന്നിലേക്ക് നോക്കരുത്. കർത്താവ് പറഞ്ഞു, ആരിലേക്ക് നോക്കണം? അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞേ, നിന്നിലേക്ക് നോക്കരുത്. ഡോണ്ട് ലുക്ക് അറ്റ് യുവർ സെൽഫ്. ആരിലേക്ക് നോക്കുക? ലുക്ക് അറ്റ് ഗോഡ്. ദൈവത്തെങ്കിലേക്ക് നോക്കിക്കേ. ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ എന്താ കാണാം? യു ക്യാൻ സീ ദ പ്രൊവിഷൻസ് ഓഫ് ഗോഡ്. യു ക്യാൻ സീ ദ പ്രൊവിഷൻസ് ഓഫ് ഗോഡ്. ഡോണ്ട് ലുക്ക് അറ്റ് യുവർ സെൽഫ്. ഇഫ് യു ലുക്ക് അറ്റ് യുവർ സെൽഫ്, സാത്താൻ നിങ്ങളെ എന്ത് കാണിക്കുമെന്ന് അറിയാമോ? നിങ്ങളുടെ പരാജയങ്ങൾ കാണിച്ചു, യുവർ ഫെയിലേഴ്സ്, യുവർ പ്രോബ്ലംസ്. അതായിരിക്കും നമ്മൾ കാണുക. ആരിലേക്ക് നോക്കുക? ദൈവത്തെങ്കിലേക്ക് നോക്കുക. ലുക്ക് അറ്റ് ഗോഡ്. ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കാണാം, ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാം. ഈ രാത്രി എല്ലാവരും കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ദൈവത്തെങ്കിലേക്ക് നോക്കുക. നമ്മളിലേക്ക് നോക്കരുത്, ദൈവത്തെങ്കിലേക്ക് നോക്കണം, ദൈവത്തെങ്കിലേക്ക് നോക്കണം. അബ്രഹാം തലപൊക്കി നോക്കി. എല്ലാവരും പറഞ്ഞേ, എങ്ങനെ നോക്കി? തലപൊക്കി നോക്കണം. ഹല്ലേലൂയ. രോഗത്തെ നോക്കരുത്, പ്രയാസത്തെ നോക്കരുത്, പ്രതിസന്ധിയെ നോക്കരുത്. എല്ലാവരും തലപൊക്കി ആരെ നോക്കുക? ദൈവത്തെ നോക്കുക. ദൈവത്തെ നോക്കുമ്പോഴാണ് കരുതലുകൾ കാണാൻ കഴിയുന്നത്.